ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ടെയിൽസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ചാനലൊക്കെ തുടങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ മാത്രമായോ ഞാനെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബിഗിനർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റും. ഒരുപാട് ആലോചിച്ച് 100 വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ക്രാഫ്റ്റ്സ് വീഡിയോ ചെയ്യണമെന്ന് പണ്ട് മുതലേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ആദ്യം പറയും, ഇതത്ര വലിയ പോയിൻറ്റ്സോ ടിപ്സോ ഒന്നുമല്ല. ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സെറ്റ് ചെയ്യുക. അത് നമുക്ക് ഉണ്ടാവില്ലല്ലോ, നമ്മൾ പഠിക്കുന്ന ടേബിൾ. അത് ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കുക. ചാനൽ തുടങ്ങിയ ടൈമിൽ എൻ്റെ ടേബിൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വൈറ്റ് ഷീറ്റ് ഒക്കെ ഞാൻ പിന്നൊട്ടിച്ചതാണ്. കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടം തോന്നിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കിത് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇതെനിക്ക് ശരിയാവുമെന്നും തോന്നുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്ന ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 കുഞ്ഞു ഭരണികളായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും, മിക്ക വീഡിയോസിലും ഞാൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തത്. അടുത്തതെന്താ, ഒരു ഫോണ്. എപ്പോഴും അവൈലബിൾ ആയിട്ട് നമുക്കൊരു ഫോൺ വേണം. അത് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. അടുത്തതായിട്ട് വേണ്ടതാണ് ഒരു ട്രൈപോഡ്. നമ്മുടെ വീഡിയോസൊക്കെ ഡിഫറെൻ്റ് ആംഗിളിൽ എടുക്കാൻ വേണ്ടി ഒരു ട്രൈപോഡ്. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇത് ഞാൻ കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ട്രൈപോഡായിരുന്നു. ട്രൈപോഡ് ഫ്ലെക്സിബിൾ ആണ്, ഡിഫറെൻ്റ് ആംഗിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാനിത് യൂസ് ചെയ്യാറില്ല. പകരം ഞാൻ വേറൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് എന്താ എങ്ങനെയാണെന്നൊക്കെ തോന്നിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഫാനാവും. ഐസ്ക്രീമിൻ്റെ കപ്പിൽ 3 ക്ലിപ്പ് ഇതുപോലെ കുടുക്കി വെച്ചിട്ട് ഉള്ളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് അക്രിലിക് കളറിൻ്റെ ബോട്ടിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് ഈ ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത ആംഗിളൊക്കെ മാറ്റാൻ പറ്റും. ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ കുറച്ച് ഹൈറ്റിൽ നിന്നാണ് വേണ്ടതെങ്കിൽ കുറച്ച് ബുക്സോ അങ്ങനെ എന്തെങ്കിലും ഹൈറ്റിന് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ കപ്പ് വെച്ചാൽ മതി. ഇതുപോലെ ക്ലിപ്പ് മാറ്റി കൊടുത്താൽ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഒക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഈ കാര്യം ഞാൻ ഇത്ര ലോങ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്രൈപോഡ് ഇല്ലാഞ്ഞിട്ട് എങ്ങനെ വീഡിയോ എടുത്താൽ ശരിയാവില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ടിപ്പ്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോസും 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോസും തമ്മിൽ നോക്കിയാൽ നമുക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എന്തോരം ഡിഫറൻസ് ആണ്. അതുകൊണ്ട് പെർഫെക്ഷൻ വിചാരിച്ചിട്ട് ആരും സ്റ്റാർട്ട് ചെയ്യാതെ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ടൈപ്പ് ഗമ്മൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മാസ്കിംഗ് ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് പല സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്ര എഫക്റ്റ് ഇല്ലെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഈ പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്, ജേണൽസ് ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൂല്, ഇത് വെച്ചിട്ടും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആർക്കെങ്കിലും ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയാൽ കമൻറ്റ് ചെയ്യുക, എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.